ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് തിരുക്കുറളിൻ്റെ 87-ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം വളരെ ക്രിയാത്മകമായ ഒത്തിരി തലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാണെന്ന് മനസ്സിലാക്കി. ദൈവസ്തുതി മുതൽ രാജാക്കന്മാരുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള മിസ്റൂൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ലാക്ക് ഓഫ് റിഗ്രസ് പണിഷ്മെൻ്റ് ആണ്. കുറ്റത്തിന് തക്കതായ ശിക്ഷ കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ഇന്നത്തെ മാറ്റിനി ഫ്രീ വെബിനാർ 1576. അതിൽ ആദ്യത്തെ 1 അവസാനത്തെ 6 പോയ 57-ാമത്തെ അധ്യായമാണ് നമ്മുടെ ഇന്നത്തേത്. നേരത്തെ സദ്ഭരണത്തെ കുറിച്ചും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് ദുർഭരണത്തെ കുറിച്ചും പറഞ്ഞു. കവി അടുത്തത് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് അടുത്ത അധ്യായം പറയുന്നത് കുടി വാഴുന്ന ജനങ്ങളും ഭരണയന്ത്രത്തിന്റെ ഘടകങ്ങളായ സജീവന്മാരും താൻ തന്നെയും ഭയന്നു പോകുന്ന വിധത്തിലുള്ള അതിക്രൂരമായ ദണ്ഡന മുറകൾ അരസൻ സ്വീകരിച്ചു കൂടാത്തതാണ്. ദുർഭരണത്തിൽ ഏറ്റവും നീചമായ ഒരു വശമാണ് അത്. അതുകൊണ്ടാണ് ദുർഭരണത്തിനെ കുറിച്ച് പ്രതിപാദിച്ചതിന്റെ തൊട്ടടുത്തതായി ഈ അധികാരം നിബന്ധിച്ചിരിക്കുന്നത്. ഖുറൽ 561. തക്കാങ്ക് നാടി തലൈച്ചെല്ല വണ്ണത്താൽ ഒത്താങ്ക് പൊറുപ്പത് വേന്ത്. ചെയ്ത കുറ്റത്തെ തക്കവാറ് ആരാய்ந்து மீண்டும் അക്കുറ്റം ചെയ്യാതെപടി കുറ്റത്തിற்கு പൊരുന്തുമാറ് ദണ്ഡിപ്പവനെ അരസനാവാൻ എന്ന് തമിഴിൽ പറയുന്നു. അതായത് ഒരുവൻ അവനേക്കാൾ ദുർബലനായ മറ്റൊരുവൻ മേൽ അതിക്രമം ചെയ്യുന്നതായാൽ തക്കാങ്ക് നിഷ്പക്ഷമായി തക്കപടി അനുയോജ്യമാം വണ്ണം നാടി ആ കുറ്റത്തിന്റെ നിജസ്ഥിതി ആരാഞ്ഞ് തലൈച്ചെല്ലാ വണ്ണത്താൽ വീണ്ടും അങ്ങനെ ഒരു കുറ്റം ആവർത്തിക്കാത്ത വിധത്തിൽ ഒത്താങ്ക് ആ കുറ്റത്തിന് ഏറ്റവും അർഹമാവുന്ന വിധത്തിൽ കുറയുകയോ കൂടുകയോ ചെയ്യാതെ ഉറപ്പത് ശിക്ഷിക്കുന്നതാണ് വേന്ത് രാജാവിന്റെ ധർമ്മം എന്ന് കവി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാബു സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാവിലെ മുതലുള്ള വാർത്തകളുടെ കേൾക്കുമ്പോൾ അതിന്റെ പ്രസക്തി ഒന്നുകൂടി അത് എന്താ പറഞ്ഞാല് ഭംഗിയായിട്ട് കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ജോസി സാറിലേക്ക് മാറാം. ഓവർ. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം, സന്തോഷം, നമസ്കാരം. ചാപ്റ്റർ 57 വരുവന്ത ചെയ്യാമൈ. ക്രൂരദണ്ഡം ചെയ്യായിക അല്ലെങ്കിൽ ഉഗ്രശിക്ഷ ഇല്ലായ്മ, ലാക്ക് ഓഫ് റിഗറസ് പണിഷ്മെന്റ്. ഇവിടെ എല്ലാവരും ഇതുവരെയും സൂചിപ്പിച്ചതുപോലെ ഒരു ക്രൂര ശിക്ഷ വേണ്ടതിന് വേണം നൽകാത്തതിന്റെ ഒരു വിപത്ത് കൂടി നമ്മൾ ഇന്ന് കേട്ടപ്പോൾ ഈ വിഷയത്തിന് വളരെ പ്രസക്തിയായിരിക്കുന്നു. ഇൻട്രഡക്ഷൻ: നിഷ്പക്ഷമായി അന്വേഷണം നടത്തുകയും കുറ്റകൃത്യം ആവർത്തിക്കുന്നത് തടയാൻ ഉചിതമായ ശിക്ഷ നൽകുകയും ചെയ്യുക എന്നത് രാജാവിന്റെ കടമയാണ്. ചെങ്കോൽ വേഗത്തിലും കർശനമായും ഉയർത്തുക, പക്ഷേ തങ്ങൾക്കുള്ളത് ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം ആളുകളെ മൃദുവായി നിലംപരിശാക്കുക. ഭയാനകമായ പ്രവൃത്തികളിൽ മുഴുകി ഒരു സ്വേച്ഛാധിപതിയായി മാറിയാൽ ഒരു രാജാവ് ഒറ്റപ്പെടും. ശത്രുക്കൾ ആക്രമിക്കുകയും വേഗത്തിൽ നാശത്തെ അവൻ നേരിടുകയും ചെയ്യും. എന്റെ രാജാവ് അവനൊരു സ്വേച്ഛാധിപതിയാണ്. പ്രജയുടെ അത്തരമൊരു അപലപനം ഒരു രാജാവിന്റെ പതനത്തെ ത്വരിതപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. പ്രജകൾക്ക് അപ്രാപ്യനും കഠിനമായ മുഖഭാവമുള്ളവനുമായവന്റെ വലിയ സമ്പത്ത് ഭൂതങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിധിയോട്
സാമ്യമുള്ളതാണ്. കുറൽ 561 തക്കാങ്കുനാടി തലൈച്ചല്ല വണ്ണത്താൽ ഒത്താങ്കു ഉറപ്പതു വേന്തു തക്കപടി ആരാഞ്ഞു കുറ്റം തുടർന്നിടാ തൊത്തപടി ശിക്ഷിപ്പോനരജൻ. കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുകയും അവ ആവർത്തിക്കാതിരിക്കാൻ ശരിയായ ശിക്ഷ നൽകുകയും ചെയ്യുന്നവനാണ് രാജാവ്. കുറ്റം ചെയ്തവനെ കയ്യാൽ പിടികൂടി മനസ്സിലെ വാസന ഒഴിയാൻ നന്നായി ദണ്ഡിക്കുന്നത് രാജനാ. ഓവർ. Thank you, sir. The Tirukural, an ancient Tamil classic, is a comprehensive guide to ethics, morality, and righteous living, penned by the revered poet Saint Tiruvalluvar. It is a collection of 1,330 couplets, kurals, divided into 133 chapters, each offering profound insights into various aspects of life, including governance, family, love, and destiny. Chapter 57 of the Tirukural, titled The Want of a Sceptre of Equity, or lack of righteous punishment, underscores the critical importance of just and firm punishment in maintaining order and preventing crime within a kingdom. Tiruvalluvar emphasizes that a ruler who fails to administer proper and impartial justice, particularly in delivering appropriate punishment, will inevitably see their state descend into chaos and their authority erode. He cautions that laxity in penal action leads to increased wrongdoing, ultimately undermining the very fabric of society. A proverb that encapsulates this idea is spare the rod and spoil the child. Sacred verse 561, King is one who trials crime and gives proper punishment so as to prevent repetition of same, emphasizes the crucial role of a just king in maintaining order through fair and decisive punishment. Tiruvalluvar states that a true monarch is one who diligently investigates offenses, ensures the right punishment is meted out, and by doing so prevents future transgressions of the same nature. This proactive approach to justice not only deters criminals but also fosters a sense of security and trust among the populace. Consider the story of King Elara, an ancient Tamil king renowned for his unwavering commitment to justice. Legend has it that when his own son accidentally killed a calf with his chariot, the calf's mother rang the bell of justice. Without hesitation, King Elara, to uphold the law and demonstrate the gravity of the offense, ordered his son to be executed in the very same manner. While seemingly extreme by modern standards, this tale, whether entirely factual or not, powerfully illustrates the principle of impartial justice and the prevention of future crimes through strict enforcement. Even if it means personal sacrifice, such actions, though harsh, were believed to establish a clear deterrent
ensuring that similar crimes would be less likely to occur again. Over. Thank you, sir. ഓമനയുടെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ, മറ്റേ രാജാവിന്റെ കാര്യം പറഞ്ഞത് ശരിക്കും പറയുന്നത് മനുനീതി ചോഴനാണെന്നാണ് എൻ്റെ ഇതില്. രാജാവിന്റെ പേര് വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ല. എല്ലാറാന്ന് എന്താ പറഞ്ഞത്? ഇളയരച്ചൻ എന്നുള്ള മട്ടിലായിരിക്കും തമിഴ് കിങ്. ഇളയരച്ചൻ. അത് ശരിക്കും അരച്ചൻ എന്ന് പറയല്ലേ? ഇളയരാജ. അപ്പൊ ഇളയരാജാവ് എന്നുള്ളത് അതല്ല. ശരിക്കും അങ്ങനെയാണ് ഇതിന്റെ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടത്. അത് മനുനീതി ചോഴൻ എന്നാണ്. മനുനീതി, അത് പുള്ളിയുടെ കൊട്ടാര വാതിക്കലിന് ഒരു അമ്പലമണി പോലെ ഒരു വലിയ മണി കെട്ടിയിട്ടുണ്ട്. അതിന്റെ താഴെ കയറ് നീട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് എന്തെങ്കിലും നീതി കിട്ടാനുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ആ മണി പിടിച്ച് അടിച്ചാൽ മതിയാകും. അപ്പൊ ഒരു ദിവസം ഒരു പശുവാണ് വന്ന് ആ മണി പിടിച്ച് അടിക്കുന്നുണ്ട്. അപ്പൊ കാവലാൾ ചെന്ന് രാജാവിനോട് ചെന്ന് പറഞ്ഞു. രാജാവും വന്നു. അപ്പോ അത് കണ്ണീരോടെ നിൽക്കുന്ന പശുവിനാണ് കണ്ടത്. അപ്പൊ കാര്യം തിരക്കിയപ്പോ ആ പശുവിന്റെ കണ്ണിനെ രാജാവിന്റെ മകന്റെ രഥം കയറി മരിച്ചു എന്നുള്ളതിനാണ്. ഇത് അറിഞ്ഞപ്പോ രാജാവ് ഒട്ടും അമ്മതിച്ചില്ല. ചിന്തിച്ചിട്ട് അതിന് ഉചിതമായ ശിക്ഷ എന്നുള്ള രീതിക്ക് ആ മകനെ കിടത്തിയിട്ട് അവന്റെ പുറത്തുകൂടി രഥം തെളിയിച്ച് പോയി എന്നാണ് അവിടെ. ഇത് ആ രാജാവിന്റെ നീതിബോധത്തെയും അദ്ദേഹത്തിന്റെ നന്മയും പരീക്ഷിക്കാനായിട്ട് ചെയ്ത ഒരു സംഭവമായിട്ട് കാണിക്കുകയും പിന്നെ ഈ രണ്ടുപേരും എന്താ പറഞ്ഞ പോലെ വീണ്ടും ജീവത്തുടിപ്പോടെ വന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അത്രയ്ക്കും വളരെ നിഷ്പക്ഷമായ നീതി നിർവഹണം നടത്തിയിരുന്ന രാജാവാണ് മനുനീതി ചോഴൻ എന്നുള്ളത്. ചോഴ രാജാവാണ് എന്നാണ് ഞാൻ എൻ്റെ അറിവില് അത് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. നല്ലൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്തലേക്ക് കടക്കാം. 562. കടി തോച്ചി മെല്ലെ എറിക നെടിതാക്കം നീങ്ങാമെ വേണ്ടുപവർ. അത് ഒരാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ഏറ്റവും അർഹമായ ഉചിതമായ രീതിക്ക് വലിയ ശിക്ഷ തന്നെ കൊടുക്കുന്നതായിട്ട് തോന്നിക്കണം. പക്ഷെ അത് നിർവഹിക്കുമ്പം അല്പം താന്ന് ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെയാണ് കവി പറയുന്നത്. കടി തോച്ചി എന്ന് പറയുമ്പം യുക്തമായ ശിക്ഷ നൽകാൻ തുടങ്ങും മുമ്പ് അതികഠിനം എന്ന തോന്നൽ ഉളവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് അത് വീണ്ടും ആ ഒരു തെറ്റ് ആവർത്തിക്കാനുള്ള സന്ദർഭം കൊടുക്കരുത്, ആ തോന്നൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും ചെയ്യാൻ മറ്റുള്ളവർക്ക് ഒരു ഒരു മനസ്സിൽ തോന്നിക്കുണ്ടാവും. അത് തോന്നരുതെന്നാണ് പറയുന്നത്. അപ്പം ഇതില് ആദ്യത്തെ കടുതോച്ചി മെല്ലെ എറിയ നെടിതാക്കം നീങ്ങാമെ വേണ്ടുപവർ. വേണ്ടു പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരുള്ളതാണ്. അപ്പം ഇതില് ആദ്യത്തെ വരയിൽ അവസാനത്തെ വാക്കാണ് ആദ്യം എടുക്കുന്നത്. ആക്കം എന്നൊരു രണ്ടാമത്തത് ആക്കം നെടി. ആക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ഐശ്വര്യം എന്നുള്ളതാണ്. ആക്കം നെടുത്, അതായത് രാജ്യത്ത് ഐശ്വര്യം നീണ്ടകാലം ദീർഘകാലം. നീങ്കാമൈ രണ്ടാമത്തെ ആദ്യത്തെ വാക്ക് നീങ്കാമൈ, നിലനിന്ന് കാണാൻ വേണ്ടുപവർ, ഇച്ഛിക്കുന്നവർ. അതായത് അവനുണ്ട് രാജ്യത്ത് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ ദേവതയോ അല്ലെ അതിന്റെ കടാക്ഷമോ നീണ്ടനാൾ ദീർഘകാലം നിലനിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ. എന്നിട്ട് ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് കടി തോച്ചി, യുക്തമായ ശിക്ഷ നൽകാൻ തുടങ്ങും മുമ്പ് അതികഠിനം എന്ന് തോന്നൽ ഉളവാക്കി. അടുത്ത് ആദ്യത്തെ വരെ രണ്ടാമത്തെ വാക്ക് മെല്ലെ എറിയുക. മെല്ലെ എറിയുക എന്ന് പറഞ്ഞാൽ എന്നാൽ അത് നിർവഹിക്കുമ്പോൾ അളവ് കടക്കാതെ ലഘുവായി ശിക്ഷിക്കുക എന്ന് കവി പറഞ്ഞു നിർത്തുന്നു. ഓവർ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2 അധികാരം 57. വെരിവന്ത ചെയ്യാമൈ, ക്രൂരദണ്ഡം ചെയ്യായിക, ഉഗ്ര ശിക്ഷയില്ലായ്മ. മഹാമാർഗദർശിയായ തിരുവള്ളുവരെ സ്മരിച്ചുകൊണ്ട് കുറൾ 562. കടിതു ഓച്ചി മെല്ല എറിക നെടുതു ആക്കം നിങ്കാമൈ വേണ്ടു പവർ. കഠിനമായി തോന്നിച്ചു ലഘുവായി ശിക്ഷിക്ക നെടുനാൾ സമൃദ്ധി കാക്ഷിപ്പോൻ.
ഇവിടെ ഈ ഖുറനിൽ പറയുന്നത്, ശിക്ഷിക്കുമ്പോൾ അത് കാണുന്നവർക്ക് വളരെ വലുതായി തോന്നുകയും അവരിൽ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഭയം ജനിപ്പിക്കുകയും ആ ഭയം നിലനിർത്തേണ്ടതും അത്യാവശ്യം തന്നെ. എന്നാൽ കൊടുക്കുന്ന ശിക്ഷ ലഘുവായിരിക്കുകയും വേണം. അതായത് ശിക്ഷ കുറവും പേടിപ്പിക്കൽ അധികവുമായിരിക്കണം. അങ്ങനെ ഒരു ശിക്ഷാവിധി നടപ്പാക്കുന്ന രാജാവിന് ഒരു കാരണവശാലും ഒരു നാളും സമ്പത്ത്, സമൃദ്ധിയും ഐശ്വര്യവും വിട്ടൊഴിയില്ല എന്ന് ഖുറൻ പറയുന്നു. ചില ഭരണാധികാരികൾ, അതുപോലെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരും ആവശ്യത്തിനും അനാവശ്യത്തിനും നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. അത് തനിക്ക് ബാധകമല്ലാത്തതിനാൽ അതിലെ കണ്ടീഷൻസ് കടികട്ടിയായിരിക്കും. ഒരുതരം പീഡിപ്പിക്കലാണ് ഇവർ ഇതിലൂടെ അനുവർത്തിക്കുന്നത്. അത് അവരിൽ മാനസിക സന്തോഷം ഉണ്ടാക്കുന്നു. അതെ, ക്രൂര വിനോദമാണിതെന്നേ കരുതാൻ കഴിയൂ. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത മേലുദ്യോഗസ്ഥർ അർഹിക്കുന്നവർക്ക് പോലും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാതിരിക്കുകയും കർശനക്കാരാണെന്നുള്ള ലേബൽ നേടുകയും ചെയ്യും. ജനങ്ങളെ നിരന്തരം ഭയസംഭ്രാന്തികളിൽ അസ്വസ്ഥരാക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. കണ്ണിൽ ചോരയില്ലാത്ത ഇത്തരം ഭരണാധികാരികൾ ഭരിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാപമെന്നേ പറയാൻ കഴിയൂ. ജനത്തിന്റെ കയ്യടി നേടാതെ ഒരാൾക്കും ജനസമൂഹത്തിൽ നേതൃത്വ നിരയിലെത്താൻ ഒക്കില്ല എന്നുള്ള സത്യം മുകളിലിരിക്കുന്നവർ ഓർത്താൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയുക. ദുഷ്ടനായ ഭരണാധികാരി, അല്ലെങ്കിൽ ഗ്രാമത്തലവൻ, അല്ലെങ്കിൽ കുടുംബനാഥൻ, അല്ലെങ്കിൽ ഓഫീസിലെ ഒരു മേലുദ്യോഗസ്ഥൻ തുടങ്ങി ഏത് സ്ഥാനത്ത്, ഏത് മുകൾ സ്ഥാനത്ത് ഇരിക്കുന്നവരായാലും ആ വ്യവസ്ഥയ്ക്ക് അല്പായുസേ ഉണ്ടാകൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നാണ്. കാരണം അവരാൽ ഭരിക്കപ്പെടുന്നവർ മാനസിക പിരിമുറുക്കത്തിലും എപ്പോഴും ആ വ്യക്തിയിൽ ദുഷ്ടനെന്ന മന്ത്രം മനസ്സിൽ ഉരുവിടുക വഴി അയാൾക്കും അയാളുടെ ചുറ്റുപാടിനും ക്ഷയം സംഭവിക്കുകയും ചെയ്യും. ഇന്ന് ജനമൈത്രി പോലീസ്, സ്കൂളുകളിൽ കൂട്ടുകാരായ അധ്യാപകർ, കുടുംബത്തിൽ മക്കളുടെ അതേ വൈബുള്ള മാതാപിതാക്കളെയും ഓഫീസുകളിൽ മിക്കപ്പോഴും ഗെറ്റ് ടുഗദറുകൾ നടത്തി മുകൾത്തട്ട് താഴെത്തട്ട് ഡിസ്പാരിറ്റി കുറയ്ക്കുന്നതിനായി പരിപാടികൾ നടത്തി വരികയും ചെയ്യുന്നത് ദുഷ്ടത ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ സഹായിക്കില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ടാണെന്ന് കാണാം. എന്നാൽ പരിധി വിട്ട സ്വാതന്ത്ര്യം പാടില്ല തന്നെ. അതെ, ഇത് തന്നെയാണ് ഇവിടെ ഖുറനിലും പറയുന്നത്. ഒരു രാജാവ് ദുഷ്ടൻ ആകാതിരിക്കുകയാണ് അയാളുടെ ശ്രേയസ്സിന് നല്ലത്. ഖുറൻ 562 കടിതു ഓച്ചി മെല്ലെ എറിക നെടുതു ആക്കം നീങ്കാമൈ വേണ്ടു പവർ. കഠിനമായി തോന്നിച്ചു ലഘുവായി ശിക്ഷിക്ക നെടുനാൾ സമൃദ്ധി കാംക്ഷിപ്പോൻ. താങ്ക് യു. ഓർ സർ. Good evening to all. Tirukkural Part 2, Porutpal, Wealth section. Chapter 57, specifically dealing with Shangol, good governance. Kadidu Ochi Mella, Yeriga Nedudu, Arakam Ningamai Vendu power. Those aspire to pursue rule for long show as if giving severe punishment and make it mild on verdict. Tirukkural 562 emphasizes that those who wish to have their prosperity endure must temper their punishment with gentleness. Even when dealing with wrongdoers, it suggests that while severity in action may be necessary initially to deter wrongdoing, it should be balanced with a measured approach to ensure lasting positive outcomes and maintain the ruler's own reputation.
The core message is that a ruler should not be perceived as weak or lenient, but rather as someone who has the capacity to punish severely. However, this power should be wielded with restraint and wisdom. The ruler should not cross the line into tyranny or cruelty. Thank you. Over. ഖുറാൻ 563. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ തമിഴിൽ പറഞ്ഞു വെരുവന്ത ചെയ്യാമ. വെരുവന്ത എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ഇവിടെ പറയുന്നുണ്ട്. വെരുവന്ത ചെയ്തൊഴുകും വെങ്കോലനായൻ ഒരു വന്തം ഒല്ലിക്കെടും. വെരുവന്ത എന്നാണ് ആദ്യത്തെ വാക്ക് എടുക്കുകയാണ്. അതായത് അരസൻ വെരുവന്ത ജനങ്ങൾ ഭയന്നു പോകുന്ന വിധത്തിലുള്ള ശിക്ഷകൾ നൽകുന്നവനാണെങ്കിൽ, അങ്ങനത്തെ ഒരു ഇംപ്രഷനാണ് ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വെങ്കോലനായൻ ക്രൂരനാണെങ്കിൽ ഒരു ബന്ധം നിശ്ചയമായും, അവിടെ വെരുബന്ധം എന്ന് പറഞ്ഞാൽ ഭയന്നു പോകുന്ന തരത്തിലുള്ള ആ അവസ്ഥ പറഞ്ഞു. ഇവിടെ ഒരു ബന്ധം നിശ്ചയമായും ഒല്ലൈ വളരെ വേഗത്തിൽ കെടും നശിച്ചു പോകും. ജനങ്ങളെ നിരന്തരമായ ഭയസംഭ്രാന്തികളിൽ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നവനും അതികഠിനമായ ദണ്ഡനമുറകൾ അവലംബിക്കുന്നവനും ആയ കണ്ണിൽ ചോരയില്ലാത്ത രാജാവ് എത്രയും വേഗം നശിച്ചു പോകും എന്ന കാര്യം തീർച്ചയാണ്. ജനങ്ങളുടെ ഹൃദയവേദനയും കണ്ണീരും അവന്റെ നാശം ദുരിതപ്പെടുത്തുന്നു. ഒന്നുകൂടി വായിക്കാം. വെരുവന്ത ചെയ്തൊഴുകും വെങ്കോലനായൻ ഒരു വന്തം കൊല്ലൈക്കെടും. കുടികൾ അഞ്ചും പടിயான கொடுமைகளை செய்து ஆளும் கொடுங்கோல் அரசனானால் അവൻ തിണ്ണமாக വിരവിൽ കെടുവാൻ. ഓവർ. സാറേ ഞാൻ ഇതിന്റെ പറഞ്ഞോട്ടെ സാറേ. പറയൂ മാഡം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 57. വെരുവന്ത ചെയ്യാമൈ, ഉഗ്ര ശിക്ഷ ഇല്ലായ്മ. കുറൾ 563. വെരുവന്ത ചെയ്തൊഴുകും വെങ്കോലൻ ആയിൻ ഒരുവന്തം ഒല്ലൈക്കെടും. ഭയതമാം തീക്ഷ്ണ കർമ്മങ്ങളാൽ ഷഠ നിർഭൻ വിരലിൽ കെടും തർക്കമിന്നേ. ഇവിടെ ഒരു രാജാവിൻ്റെ തീക്ഷ്ണമായ അല്ലെങ്കിൽ കഠിനമായ കർമ്മങ്ങളാൽ, പ്രവർത്തികളാൽ ശിക്ഷ വിധിക്കുന്നതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചും അവരുടെ ദുഃഖത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ദുഷ്ടതയാണ് പ്രധാനമായി പറയുന്നത്. ജനങ്ങളെ നിരന്തരമായ ഭയസംഭ്രാന്തികളാൽ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നവനും അതികഠിനമായ ദണ്ഡനമുറകൾ അവലംബിക്കുന്നവനുമായ കണ്ണിൽ ചോരയില്ലാത്ത രാജാവ് എത്രയും വേഗം നശിച്ചു പോകും എന്ന കാര്യം തീർച്ചയാണ്. ജനങ്ങളുടെ ഹൃദയവേദനയും കണ്ണീരും അവന്റെ നാശം ത്വരിതപ്പെടുത്തുന്നു. അതിന് ഉദാഹരണമാണ് നമുക്കറിയാം, ധൃതരാഷ്ട്രർക്ക് ന്യായയുക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖങ്ങളാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. അത് കാലം എത്തുന്നതിന് മുമ്പാണ് അദ്ദേഹം അതിനൊക്കെ സാക്ഷിയാകേണ്ടി വരുന്നത്. അതുപോലെ തന്നെയാണ് രാവണൻ രാജ്യം കടന്നെത്തി സീതാദേവിയെ കൊണ്ടുപോകുന്നത് വഴി അദ്ദേഹവും തൻ്റെ ആപത്ത് അല്ലെങ്കിൽ തൻ്റെ അവസാനം ചോദിച്ചു വാങ്ങുകയാണ്. അതുപോലെ നമുക്ക് ചരിത്രത്തിലെല്ലാം തന്നെ അത്തരം ദുഷ്ട മനോഭാവമുള്ള രാജാക്കന്മാരെ കാണാൻ കഴിയും. ദുഷ്ടത എന്നത് ധാർമ്മികമായി വളരെ മോശമായിരിക്കുന്നത് അത് മിക്കപ്പോഴും ദ്രോഹകരമായ, വിദ്വേഷപരമായ അല്ലെങ്കിൽ നശീകരണ സ്വാധീനമുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം ബുദ്ധിശക്തിയുള്ള സൃഷ്ടികൾക്ക് സ്വതന്ത്രമായ ഇച്ഛാശക്തി നൽകിയില്ലായിരുന്നുവെങ്കിൽ ദുഷ്ടത ഉണ്ടായിരിക്കുമായിരുന്നില്ല. മുൻകാലങ്ങളിലെ നിർമ്മിതികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് കണ്ട് നമ്മൾ അമ്പരക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അഭിമാനത്തോടെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഇത്രയും വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയത് കുറെ പാവപ്പെട്ട അടിമകളുടെ ശ്രമഫലമായിട്ടാണെന്ന്. അതെ, അത്തരം
കഠിനമായ സത്യത്തിൽ ശിക്ഷ തന്നെയാണ് അവർക്ക് നൽകിയിരുന്നത്. അത്തരം ക്രൂരമായ ശിക്ഷകൾ നൽകിയിട്ടുള്ള രാജാക്കന്മാരെ ജനങ്ങൾ എപ്പോഴും വളരെ ദുഷ്ടമനസ്സുള്ളവരെന്ന രീതിയിൽ കാണുകയും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നാശം ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഈ ഖുറൽ ഓർമ്മപ്പെടുത്തുന്നു. ഖുറൽ 563 വെരുവന്ത ചെയ്തൊഴുകും വെങ്കോലൻ ആയിൻ ഒരുവന്തം ഒല്ലൈക്കെടും. ഭയതമാം തീഷ്ണ കർമ്മങ്ങളാൽ ഷഠ നിർഭൻ വിരലിൽ കെടും തർക്കമെന്നെ. Thank you, sir. Thank you, ma'am. If citizens are scared by reign of terror, that king's rule will end soon. Tirukural verse 563 issues a stark warning to rulers. If their subjects live in constant fear due to a reign of terror, their rule is destined for a swift and certain downfall. A king who governs through intimidation and cruelty rather than justice and benevolence will quickly lose the trust and loyalty of the people, leading to instability and ultimately the collapse of their power. This verse highlights that genuine authority stems from the people's willing acceptance, not from their coerced submission. For example, consider the historical accounts of many tyrannical regimes, such as that of Nicolae Ceausescu in Romania. His repressive government, characterized by widespread surveillance, human rights abuses, and a severe secret police, fostered deep fear among the populace. This pervasive fear, however, ultimately fueled resentment and a desire for change. When the opportunity arose in 1989, the people, driven by their accumulated fear and anger, rose up in a revolution that swiftly brought an end to his oppressive rule. This demonstrates the truth of the proverb, the people, though they suffer, will one day rise. Thank you, sir. ഖുറാൻ 564 563 തുടർച്ചയായിട്ട് തന്നെയാണ്. 563 അവസാനം പറയുന്ന ഒല്ലേക്കിടും എന്ന വാക്ക് തന്നെയാണ് ഇതിലും അവസാനമായിട്ട് പറയുന്നത്, ഒല്ലേക്കിടും. അതായത് പെട്ടെന്ന്, നേരത്തെ പറഞ്ഞു അവിടുത്തെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു, ഇവിടെയും അതേ രീതിക്ക് തന്നെയാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഇറൈക്കടിയൻ എൻ്റെ ഉറയ്ക്കും ഇന്നാച്ചൊൽ വേന്തൻ உரைகடுகி ஒல்லை கெடும். நம் அரசன் கடுமையானவன் என்று குடிகளால் கூறப்படும் கொடுஞ்சொல்லை உடைய வேந்தன் தன் ஆயுள் குறைந்து விரைவில் கெடுவான். அரசன் ഇറൈ രാജാവ്, കടിയൻ என்று പരമദുഷ്ടനാണ് എന്ന് ഉരയ്ക്കും ജനങ്ങൾ പറയുന്ന, ഒരുപക്ഷെ ശപിക്കുന്ന, ഇന്നാച്ചൊൽ തുன்பമുണ്ടാക്കുന്ന വാക്കുകൾ ഉണ്ടാകാൻ ഇടയാക്കുന്ന രാജാവ് ഉറൈക്കടുകി ആയുസ് കുറഞ്ഞവനായി, ഒല്ലേക്കെടും സമ്പത്തും നഷ്ടപ്പെട്ടവനായി ക്ഷയിച്ചു പോകും. ഇവൻ പരമദുഷ്ടനാണ് എന്ന് ജനങ്ങൾ എപ്പോഴും സഹിക്കെട്ട് പഴിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്കീർത്തിയുള്ളവനായ രാജാവ് ഐശ്വര്യം ക്ഷയിച്ച് ആയുസ്സും കുറഞ്ഞ് അതിവേഗം നശിച്ചു പോകുന്നു. ജനജീവിതത്തിന്റെ സ്വാസ്ഥ്യവും സമാധാനവും സന്തോഷവും ഒക്കെയാണ് ഒരു രാജാവിന്റെ ഐശ്വര്യത്തിനും ആയുർദൈർഘ്യത്തിനും നീണ്ടകാലത്തെ രാജ്യഭാരത്തിനുമെല്ലാം കാരണമായി തീരുന്നത് എന്ന് സാരം. ഓവർ. ഖുറാൻ 564
ദണ്ഡനീതി ഇല്ലായ്മ. இறைகடியன் என்று உரைக்கும் இன்னாச்சொல் வேந்தன் உரைகடுகி ഉല്ലൈക്കിടും. ഇമ്മന്നൻ നിഷ്ഠൂരനെന്നു ചൊല്ലും വിധം പൊന്നിടിൻ സ്ത്രീയതുമായുസ്സും ലോപിക്കും. അതിനീചനെന്ന ദുഷ്കീർത്തി കേൾക്കും നൃപനു കുറയുന്നു ശ്രീയും ആയുസ്സും എന്നാണ് പറയുന്നത്. രാജാവ് ദുഷ്ടനാണെങ്കിൽ ആയുസ് കുറയും, സമ്പത്തും കുറയുമെന്നാണ് ഈ ഖുർആൻ ബോധിപ്പിക്കുന്നത്. രാജാവ് ദുഷ്ടനാണെന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണം നടന്നാൽ അയാളുടെ ഐശ്വര്യത്തിന് കോട്ടം തട്ടും എന്നു മാത്രമല്ല ജീവനും ആപത്ത് സംഭവിക്കും. ഈ രാജാവ് അധർമ്മനാണ്, ഈ രാജാവ് ദുഷ്ടനാണ് എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്ത് തന്നെ നീചത്വം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രജകൾ ആണ് ആവർത്തിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? പ്രജകളുടെ മനസ്സിന് സന്തോഷമുണ്ടാകണം. പ്രജാവത്സൻ, പ്രജാതൽപരനായ രാജാവാണെങ്കിൽ ആ രാജ്യത്ത് ഐശ്വര്യമുണ്ടാകും. പ്രജകളുടെ ശാപം കൊണ്ട് രാജാവ് സ്വയം നശിക്കുവാനിടയുണ്ടാകും. പരമാധികാരത്തിന് ആയുസ്സില്ലാതെ പോകുന്നത് ദുഷ്കർമ്മങ്ങളിലാണ് എന്ന് സത്യമായി മൊഴിയുന്നു തിരുവള്ളുവർ ഈ ഖുറലിലൂടെ. രാജാവ് എങ്ങനെ ഇരിക്കണം? വളരെ ക്ഷേമതൽപരനായിരിക്കണം. പ്രജകൾക്ക് സന്തുഷ്ടമായ രീതിയിൽ ഭരിക്കാനുള്ള ഒരു മനസാന്നിധ്യമാണ് രാജാവിന് ഉണ്ടാകേണ്ടത്. പരമാധികാരം കൈയാളുകയാണ് ഒരു രാജാവ് രാജ്യത്തെ ഭരിക്കുന്നു. അപ്പോൾ കിരാതവാഴ്ചയ്ക്ക് മുതിരാതെ വളരെയധികം ക്ഷേമതൽപരനായും ധർമ്മബോധത്തോടുകൂടെയും നീതിബോധത്തോടുകൂടെയും രാജ്യം ഭരിക്കുക. അപ്പോൾ രാജ്യത്ത് ഐശ്വര്യവും സമ്പത്തും എല്ലാം കൈവരും എന്നാണ് ഖുറൽ പറയുന്നത്. ഖുറൽ 564. இறைகடியன் என்று உரைக்கும் இன்னாச்சொல் வேந்தன் ഉറൈകടുകി ഒല്ലൈക്കടും. അതിനീചനെന്ന ദുഷ്കീർത്തി കേൾക്കും നൃപനു കുറയുന്നു ശ്രീയുമായുസ്സും. രാജാവ് വളരെ ജനങ്ങൾക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകത്തക്ക രീതിയിൽ ഭരിക്കുക. താങ്ക് യു. ഓവർ. താങ്ക് യു. 564. இறை கடியன் என்று உரைக்கும் இன்னாச்சொல் வேந்தன் உரை கடுகி ஒல்லை கெடும். King who makes people say that king is torture painfully will be short-lived. Tirukkural 564 found in the chapter on the evils of harsh speech. Inna Sollamai emphasizes that a king who speaks harsh words, implying he is a harsh ruler, will quickly see his kingdom decline. The verse highlights the destructive nature of unkind words, especially when spoken by a leader, as it leads to the downfall of his reign and prosperity. In essence, the verse equates harsh words, especially those from a ruler, with a catalyst for the destruction of his kingdom. It underscores the importance of gentle and kind speech, even for those in positions of power. The verse is part of the larger theme in Tirukkural that emphasizes the power of words and their impact on individuals and society. Specifically, this section focuses on the negative consequences of harsh, unkind, and hurtful speech. Thank you, sir. Thank you. Over. 565. ഒരു രാജാവ് എങ്ങനെ ഉള്ള
പെരുമാറ്റത്തോടുകൂടി ജനങ്ങളെ കാണണം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. തന്നെ എപ്പോഴും വേണമെങ്കിലും വന്ന് സമീപിക്കുകയും അവരവരുടെ സങ്കടങ്ങൾ പറയാനുള്ള രീതിക്കുള്ള സംവിധാനത്തിലായിരിക്കണം രാജാവ് ഒന്ന് ആവർത്തിച്ച് പറയാൻ വേണ്ടിയിട്ട് കവി ഇവിടെ പറയുന്നുണ്ട്. അരുംചെവ്വി ഇന്നാ മുഖത്താൻ பெருஞ்செல்வம் பேய் கண்ட அன்னது உடைத்து. எளிதில் காண முடியாத அருமையும் இனிமை அற்ற முகமும் உடையவனது பெரிய செல்வம் பேய் കണ്ട് കാത്തിരിപ്പதை പോன்ற തന്മയുടേത്. അതായത് ചെവി തന്നെ കണ്ട് സങ്കടം പറയാൻ അണയുന്നവർക്ക് കാണാൻ അവസരം കൊടുക്കാത്തവനും ഇന്ന മുഖത്താൻ അഥവാ കണ്ടാൽ തന്നെ ദുർമുഖനായി തീരുന്നവനും ആയ രാജാവിന്റെ പെരുംചെൽവം വർദ്ധിച്ച സമ്പത്ത് ഏതിനെ പോലെ ആണെങ്കിൽ ബോധം കണ്ടനത്ത് കണ്ട നിധി പോലെ നിഷ്പ്രയോജനമാകുന്നു. ജനങ്ങളെ കാണുവാനോ അവരുടെ സങ്കടങ്ങൾ നേരിട്ട് കേൾക്കുവാനോ അവസരം അനുവദിക്കാത്ത രാജാവ് അഥവാ കാണുകയാണെങ്കിൽ ദുർമുഖം കാണിക്കുന്നവൻ ജനസ്നേഹമില്ലാത്തനെന്നുള്ളോ പോകട്ടെ, അവൻ സ്വന്തം നാടിനു തന്നെ ശത്രുവാണ്. അങ്ങനെയുള്ള രാജാവിന് എത്ര വലിയ സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, ജനങ്ങൾക്കോ നാടിനോ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഭൂതം നിധി കാക്കുന്നത് പോലെയേ ഉള്ളൂ. അത് ഭൂതത്തിന്റെ നിധി ഭയം മൂലം ആരും എടുക്കാതെയാൽ വെറും ഒരു സങ്കല്പം മാത്രമായി അവശേഷിക്കുന്നു. ഓവർ. താങ്ക് യു സർ. ഓക്കെ. അധികാരം 57 വെരുവന്ത ചെയ്യാമൈ. കുറൾ 565. അരം ചെവ്വി ഇന്നാ മുഖത്താൻ പെരിഞ്ചെൽവം പെയ്ക്കണ്ടു അന്നതു ഉടയ്ത്തു. കാണുവാൻ നിൽക്കാത്തോൻ ദുർമുഖൻ തൻ ധനം ഭൂതം കാക്കും നിധി പോലെ. ഒരു രാജാവിനോട് തന്റെ വിഷമങ്ങൾ ബോധിപ്പിക്കാൻ എത്തുന്നവനെ കാണാൻ പോലും അവസരം നൽകാത്തവൻ അഥവാ കണ്ടാൽ തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയോ ദുർമുഖം കാണിക്കുകയോ ചെയ്യുന്നെങ്കിൽ അയാളുടെ ധനം അഥവാ സമ്പത്ത് ഭൂതം കണ്ട നിധി പോലെ നിഷ്പ്രയോജനമാകുന്നു. ജനങ്ങളെ കാണുവാനോ അവരുടെ സങ്കടങ്ങൾ നേരിട്ട് കേൾക്കുവാനോ അവസരം കൊടുക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണ്. രാജാവാകണമെങ്കിൽ പ്രജകൾ വേണമല്ലോ. അങ്ങനെയുള്ള സ്വന്തം നിലനിൽപ്പിനെ അവഗണിക്കുന്നവൻ സ്വന്തം നാടിന് തന്നെ ശത്രുവാണ്. രാജ്യത്തിൻ്റെ സമ്പത്ത് ജനതയും കൂടി ഉൾപ്പെടുന്നതും അവരുണ്ടാക്കി കൊടുക്കുന്നതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ജനസ്നേഹമില്ലാത്ത ഭരണാധികാരി രാജ്യത്തിന് ഭാരമാണ്. ജനങ്ങൾക്കോ നാടിനോ അയാളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൊതിയ തേങ്ങ പോലെ രാജ്യത്തിൻ്റെ സമ്പത്ത് ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ സങ്കല്പം മാത്രമായി അവസാനിക്കുന്നു. ഒരു രാജാവ് തൻ്റെ ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവനും നടപ്പിലാക്കുന്നവനുമായിരിക്കണം. ജനങ്ങളെ ക്ഷമയോടെ കേൾക്കണം. ക്ഷമാശീലരെ അശക്തരായ ലോകം തെറ്റിദ്ധരിച്ചേക്കാം. ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്ഷമ ലോകത്തിലെ വശീകരണ മന്ത്രവുമാണ്. ശാന്തിയുടെ പടവാളേന്തി നിൽക്കുന്ന ഒരുവനെ ദുർജനങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? പുല്ലില്ലാത്തിടത്ത് വീഴുന്ന തീപ്പൊരി തനിയെ കെട്ടുപോകുകയേ ഉള്ളൂ. എന്നാൽ ക്ഷമയില്ലാത്തവർ തനിക്കും മറ്റുള്ളവർക്കും ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നു. അതുപോലെ രാജാവിൻ്റെ ധർമ്മമാണ് താൻ ഭരിക്കാൻ നിയോഗിച്ചിട്ടുള്ളവരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സശ്രദ്ധം കേൾക്കുകയും അതനുസരിച്ച് ധർമ്മപരമായി പെരുമാറുകയും ചെയ്യേണ്ടത്. ധാർമ്മികത പ്രവർത്തിക്കുന്നവന് സമൂഹത്തിൻ്റെ മാന്യത ലഭിക്കും.
ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന രാജാവിന് ധനവും ഐശ്വര്യവും അതുപോലെ സ്നേഹവും പ്രജകളുടെ ബഹുമാനവും ലഭിക്കുമെന്നും ഈ ഖുറൽ പറയുന്നു. ദയാനുകമ്പ കാക്ഷിക്കുന്നവന് നിഷേധിക്കുന്ന ഏതൊരു വ്യക്തിയിലും മനുഷ്യജന്മങ്ങൾ പൂണ്ട ഭൂതങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, രാജാവ് എപ്പോഴും തൻ്റെ മുന്നിൽ വരുന്ന വിഷമങ്ങൾ ബോധിപ്പിക്കാൻ വരുന്നവരെ കാണാനും അവരുടെ ആ ദുഃഖങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്തുന്നതിനും കടമപ്പെട്ടവൻ തന്നെ. ഖുറൽ 565 അരം ചെവ്വി ഇന്നാമുഖത്താൻ പെരിഞ്ചെൽവം പെയ്ക്കണ്ടു അന്നതു ഉടയ്ത്തു കാണുവാൻ നിൽക്കാത്തോൻ ദുർമുഖൻ തൻ ധനം ഭൂതം കാക്കും നിധി പോലെ. ഓവർ. താങ്ക് യു സർ. Qural 565. The huge wealth of one who holds bad face, forbidding visitors is like treasures in devil's vigil. Aram chevi innamugattan പെരുഞ്ചെൽവം പേക്കണ്ട് അന്നത് ഉടത്ത്. Qural 566. 566. 566. നേരത്തെ പറഞ്ഞ 564-ലും 65-ലും പറഞ്ഞ കാര്യങ്ങൾ കവി വളരെ സമൃദ്ധമായിട്ട് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു എന്നാണ് അടുത്തതിൽ വരുന്നത്. കടുംചൊല്ലൻ കണ്ലനായൻ നെടുചെൽവം നീടിൻ്റെ ആങ്കെ കെടും. കടുംചൊല്ല് ഉടയവനായി കണ്ണോട്ടം ഇല്ലാதவனாய் உள்ளவனுடைய பெரிய செல்வம் நீட்டித்தல் இல்லாமல் அப்பொழுதே கெடும். കടുംചൊല്ലൻ, രാജാവ് കടും ചൊല്ലൻ, കൊടിയ വാക്കുകൾ പറയുന്നവനും, കൺ ഇലൻ, ദുഷ്ടനും ആയിരുന്നാൽ അവന്റെ നെടുംചെൽവം, വലിയ സമ്പത്ത്, നീടിന്റെ നിലനിൽപ്പില്ലാതെ ഇടും, നശിക്കുന്നു. മന്നൻ ജനസ്നേഹമില്ലാത്തവനും ക്രൂരമായി സംസാരിക്കുന്നവനും കഠിനമായി ദണ്ഡിക്കുന്നവനും പരമദുഷ്ടനുമായിരുന്നാൽ ജനങ്ങളുടെ സഹകരണവും സംഘടിത സംരക്ഷണവും ലഭിക്കാകയാൽ അയാളുടെ ധനസമൃദ്ധി എത്ര വലുതായിരുന്നാലും അത് നിലനിൽക്കുകയില്ല എന്ന് കവി ഒന്നുകൂടി സമ്മർദ്ദിച്ചു പറയുന്നു. ഓവർ. ഞാനൊന്ന് പറയാം സാറേ. അധികാരം 57 വെരുവന്ത ചെയ്യാമൈ. ഖുറൽ 566. കടും ചൊല്ലൻ കണ്ണിലൻ ആയിൻ നെടും സെൽവം നെടു ഇൻട്രി ആങ്കെ കെടും. കൊടിയ വാക്കോതുന്ന ദുഷ്ടന്റെ വൻധനം നിലനിൽക്കാതുടനെ നശിക്കും. കൊടിയ വാക്കുകൾ പറയുന്നവനും ദുഷ്ടനും ആയിരുന്നാൽ ഒരു രാജാവ്, അയാളുടെ പക്കൽ എത്ര തന്നെ വലിയ സമ്പത്ത് ഉണ്ടായിരുന്നാലും അതിന് യാതൊരു നിലനിൽപ്പുമില്ല എന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുമെന്നാണ് ഈ ഖുറൽ പറയുന്നത്. മന്നൻ ജനസ്നേഹമില്ലാത്തവനും ക്രൂരനും അതുപോലെ തന്നെ വളരെ ക്രുദ്ധതയോടുകൂടി സംസാരിക്കുന്നവനും കഠിനമായി ദണ്ഡിക്കുന്നവനും പരമദുഷ്ടനും ആയിരുന്നാൽ ജനങ്ങളുടെ സഹകരണവും സംഘടിത സംരക്ഷണവും ലഭിക്കായകയാൽ അയാളുടെ ധനസമൃദ്ധി എത്ര വലുതായിരുന്നാലും അത് നിലനിൽക്കുകയില്ല. അതുപോലെ രാജാവാകട്ടെ ഒരു മനുഷ്യനാകട്ടെ, ഓരോരുത്തർ ഇതിൽ പറയുന്ന എല്ലാം തന്നെ ഒരു രാജാവിനെയാണ് പറയുന്നതെങ്കിലും ഖുറലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ സ്ഥാനത്ത് ഏറ്റവും പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് രാജാവിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് രാജാവാകട്ടെ സാധാരണ മനുഷ്യനാകട്ടെ ഓരോരുത്തരും അവർക്ക് കഴിയുന്ന വിധത്തിൽ അവർ നിലകൊള്ളുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ധർമ്മത്തെ യാതൊരു സാഹചര്യത്തിലും ത്യജിക്കാതെ മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതം. മനഃശുദ്ധിയില്ലാതെ പുറമേ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ ആരിലും മതിപ്പുളവാക്കില്ല എന്നു മാത്രമല്ല, ആവശ്യക്കാരന്റെ വിശപ്പറിഞ്ഞ് അല്ലെങ്കിൽ പാത്രമറിഞ്ഞ് വിളമ്പുകയാണ് വേണ്ടതെന്നും ഒരു രാജാവ് പാലിക്കേണ്ട ഏറ്റവും വലിയ ധർമ്മം അതാണെന്നും ഈ ഖുറൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
എല്ലാ വളരെ ക്രൂരമായി സംസാരിക്കുകയും ചിലരുണ്ട് വളരെ ക്രൂരമായി സംസാരിക്കുകയും എന്നാൽ ആവശ്യത്തിലധികം സഹായിക്കുകയും ചെയ്യുന്ന മനോഭാവമുള്ളവരുണ്ട്. പക്ഷെ നൽകുന്നതിനേക്കാൾ നമ്മുടെ വാക്കുകളാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നതും സന്തുഷ്ടനാക്കുന്നതും എന്നുള്ള കാര്യം പ്രധാനമാണെന്ന് ഈ ഖുറൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖുറൽ 566 കടും ചൊല്ലൻ കണ്ണിലനായിൻ നെടുശെൽവം നീടു ഇൻട്രി ആകെക്കെടും. ഓവർ. താങ്ക് യു സർ. ഖുറൽ 566. If the immensely rich is merciless and talking rude, his heavy wealth will be diminished and gradually spoilt. ഖുറൽ 566. കടും ചൊല്ലൻ കണ്ണിലനായിൻ നെടും ശെൽവം നീടു ഇൻട്രി ആങ്കെയിടും. ഖുറൽ 567 വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അത് രാജാവ് ഒരു കാരണവശാലും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് ഉള്ള സ്വഭാവമുള്ള രാജാവ് ഇരിക്കരുതേ എന്നാണ് വീണ്ടും പറയുന്നത്. അതായത് സ്വയം തന്നെ, അതായത് ഒരു യുദ്ധസമയത്ത് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ എത്രത്തോളം ബലമായി ഇരിക്കുന്നുവോ അതേപോലെ ആയിരിക്കണം രാജാവ്. പക്ഷെ ആ രാജാവ് ഈ രണ്ടിത് ഉള്ളത് കൊണ്ട്, അതായത് ജനങ്ങൾ ദുഷ്ടനെന്ന് പറയുകയും അവൻ വളരെ വലിയ ശിക്ഷ രീതികൾ നടപ്പിലാക്കി ചെയ്യണമെങ്കിൽ അത് രണ്ടും രാജാവിന് വേറെ ആയുധങ്ങളൊന്നും വേണ്ട. ഇത് രണ്ടും സാറിന് ഇരുമ്പിനെ അറുത്ത് മുറിക്കുന്ന അരത്തിനെ പോലെ രാഗി സ്വയം തന്നെ അവന്റെ നാശത്തിലേക്ക് ചെന്നെത്തും എന്നുള്ള രീതിക്കാണ് അടുത്തത് പറയുന്നത്. കടുമൊഴിയും കൈയികത്ത് ദണ്ഡമും വേന്തൻ അടുമുരൻ തേക്കും അരം கடுமையான சொல்லும் முறைகளந்த தண்டனையும் அரசனுடைய வெற்றிக்கு காரணமான வலிமையை தேய்க்கும் அறம் ஆகும். ഒന്നുകൂടി പറയാം. കടുമൊഴിയും ജനങ്ങളോട് ക്രൂരമായി സംസാരിക്കുക, കൈ ഇകந்த ദണ്ഡമും അതികഠിനമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുക, ഇത് രണ്ടും വേന്തൻ രാജാവിന്റെ അടും ശത്രുക്കളെ കീഴടക്കാനുള്ള മുരൺ ഉപാധികളെ കരുത്തിനെ തേക്കും രാഗി തേക്കുന്ന ക്രമേണ ഇല്ലാതാക്കുന്ന അരങ്ങളാകുന്നു. ഓവർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ അധികാരം 57 ക്രൂരദണ്ഡം ചെയ്യായിക. ഖുറൽ 567 കടുമൊഴിയും കയ്യികന്ത ദണ്ഡമും വേന്തൻ അടുമുരൻ തേക്കും അരം. കടുവാക്കും ക്രൂരദണ്ഡങ്ങളും അരജന്റെ പെരുമയരാകും അരങ്ങൾ. പ്രജകളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുക, വളരെ ക്രൂരമായി പെരുമാറുക, സംസാരിക്കുക, ശിക്ഷാവിധികൾ അതികഠിനമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു രാജാവിൻ്റെ പ്രശസ്തിയെ രാഗി തേക്കുന്ന ക്രമേണ ഇല്ലാതാക്കുന്ന അരങ്ങളാണ്. അവ രണ്ട് വശത്ത് നിന്നും ആ ഇരുമ്പിനെ രാഗി അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്നു എന്ന് സാരം. ക്രൂരമായി പെരുമാറുന്നതും ക്രൂരമായ ശിക്ഷാവിധികൾ നൽകുന്നതും ഇത് രണ്ടും രണ്ട് ഭാഗത്തു നിന്നും വന്ന് ആ ഇരുമ്പിനെ ഇല്ലാതാക്കുന്നു. രാഗി അതിൻ്റെ വണ്ണം കുറയ്ക്കുന്നു. അനുകമ്പയോടും സ്നേഹത്തോടു കൂടിയും രാജാവ് ഭരിക്കപ്പെടുന്നവരോട് പെരുമാറണം. കാരണം ശത്രുവിൽ നിന്ന് ആക്രമണം നേരിടുമ്പോൾ ഉരുക്കുപോലുള്ള ശരീരവും ഇരുമ്പ് പോലുള്ള കരുത്താർന്ന ശക്തിയും ഉണ്ടായിരിക്കേണ്ട ആളാണ് രാജാവ്. എന്നാൽ അതികഠിനമായ ശിക്ഷയും മറ്റും സൈന്യത്തിന് നൽകുക വഴി അവർക്ക് രാജാവിനോട് അതൃപ്തി ഉണ്ടാകുകയും ശത്രുവിൻ്റെ ശത്രുമിത്രം എന്നതുപോലെ അവർ എതിർ കക്ഷിയെ സഹായിക്കും എന്നല്ല, സ്വന്തം രാജാവിനോട് മാനസികമായി അകന്നു നിൽക്കുകയും അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ വിജയം നേടുന്ന കാര്യത്തിൽ ആശങ്കയുളവാക്കുകയും ചെയ്യും. കൂടാതെ പരാജയപ്പെടുന്ന രാജാവിന് രാജ്യം നഷ്ടപ്പെടുകയും
ചിലപ്പോൾ തടവിലാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അതുപോലെ അതികഠിനമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. കാരണം അത്തരം ശിക്ഷാവിധികൾ നടപ്പാക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ രാജാവ് കാണിക്കുന്ന ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ശ്രേയസ്സിനും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനും വളരെ അത്യാവശ്യമെന്നാണ് ഈ കുറളിലൂടെ തിരുവള്ളുവർ പറഞ്ഞു വയ്ക്കുന്നത്. കുറൾ 567 കടുമൊഴിയും കൈകന്ത ദണ്ഡമും വേന്തൻ അടുമുരൻ തേയ്ക്കും അരം. കടുവാക്കും ക്രൂരദണ്ഡങ്ങളും അരജന്റെ പെരുമയരാകും അരങ്ങൾ. ഓവർ. താങ്ക് യു സർ. Kurol 567. Rude words and ruthless punishments is a sword-splitting leadership strength of the king. Kurol 567. കടുമൊഴിയും കൈകന്ത ദണ്ഡവും വേന്തർ അടുമുരൻ തേയ്ക്കും അരം. കുറൾ 568. അതായത് ഒരു രാജാവിന് ഏറ്റവും പ്രധാനമായിട്ടിരിക്കേണ്ടതാണ് സ്വയമേ ഒരു തീരുമാനം എടുക്കാതെ തന്നോട് അടുപ്പമുള്ളവരോടും മറ്റും ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. അതില്ലാത്തതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് കവി അടുത്തതിൽ പറയുന്നത്. ഇനത്താറ്റി എണ്ണാവ് വേന്തൻ സിനത്താറ്റി സീറിൻ സിറുകും തിരു. ഇനത്താറ്റി കാര്യങ്ങളുടെ നന്മ തിന്മകളെ കുറിച്ച് ഇനത്താറ്റി തൻ്റെ സഹകാരികളായ മന്ത്രി സത്തമന്മാരുമായി എണ്ണാതെ ആലോചിക്കാത്ത നല്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ മുതിരാത്ത വേന്തൻ രാജാവ് അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ചിനത്താറ്റി കോപത്താൽ ജ്വലിച്ചുകൊണ്ട് ചീറിൻ മറ്റുള്ളവരോട് ചീറുകയാണെങ്കിൽ അവന്റെ തിരു സ്ത്രീത്വം ഐശ്വര്യം എല്ലാം നാൾക്ക് നാൾ ചിറുകും ക്ഷയിച്ചു പോകും എന്ന് വള്ളുവർ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. ഓവർ. അധികാരം 57. കുറൾ 568. ഇനത്താറ്റി എണ്ണാത വേന്തൻ ചിനത്താറ്റി ചീറിൻ ചിറുകും തിരു. ചിന്തിച്ചു കർമ്മങ്ങൾ ചെയ്യാതെ വൈഷമ്യേ കോപിക്കും ഭൂപതി ശ്രീയെ വെടിഞ്ഞിടും. സജീവരോടോരാതെ കുപിതനായി ചീറുന്നോരരചനാൽ കുറയുന്നു ശ്രീത്വം. എന്ന് വെച്ചാൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഏത് കാര്യവും നാം ആലോചനാശക്തിയും ബുദ്ധിശക്തിയും ഇല്ലാതെ എടുത്തു ചാടിയാൽ അപകടത്തിൽ ചെന്നുപെടും. രാജാവ് ഐശ്വര്യത്തെ നശിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ഒരാപത്ത് വരുമ്പോൾ നാം ചിന്തിച്ചു പ്രവർത്തിച്ച് അതിനെ നേരിടാനുള്ള കെൽപ്പ് കണ്ടെത്തുക. അല്ലാതെ ആപത്ത് കണ്ട് ഭയപ്പെടുകയോ കോപിക്കുകയോ ചെയ്യുന്നത് ഒരു രാജാവിന് കുറ്റമായതല്ല. രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ അത് നശിപ്പിക്കും. രാജാവ് ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉപദേഷ്ടാക്കൾ മന്ത്രിമാരുമായും കൂടെ ആലോചിക്കണം. കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും എന്നാണ് അതിന്റെ ചുരുക്കം. ഒറ്റയ്ക്ക് കോപാകുലമായ തീരുമാനങ്ങൾ എടുത്താൽ അപകടത്തിൽ ചെന്നു വീഴും. ഒരു ചൊല്ലുണ്ട്, പലരോടും നിനയാതെ ഒരു കാര്യം തുടങ്ങില്ല. നാം ഒരു കാര്യം തുടങ്ങുമ്പോൾ പലരുമായും ആലോചിച്ച് വളരെയധികം ചിന്തിച്ച് ചെയ്താൽ നമുക്ക് ആപത്തുണ്ടാവുകയില്ല, ആപത്തിൽ ചാടേണ്ടി വരികയില്ല. ഇത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കെടുതികൾ ഉണ്ടാകാം, ആക്രമണം ഉണ്ടാകും. ശത്രു രാജ്യങ്ങൾ ചിലപ്പോൾ ആക്രമിച്ചെന്ന് വരാം. അപ്പോൾ രാജാവ് എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം അവസരങ്ങളെ നേരിടാനുള്ള കെൽപ്പ് സമ്പാദിക്കുക, അതിനെതിരെ വിജയം നേടണം. അതിനു വേണ്ടിയുള്ള സംരക്ഷണം മുൻകൂട്ടി ഉറപ്പ് വരുത്തി വയ്ക്കും. അപ്പോൾ രാജാവ് അത് സ്വീകരിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നിലനിൽപ്പിനും അത് അത്യാവശ്യമായി വരികയും രാജാവിന് വിജയം നേടാൻ കഴിയുകയും ചെയ്യും. അതാണ് തിരുക്കുറൾ നമ്മെ പഠിക്കുന്നത്. ഓഫീസിലായാലും വീട്ടിലായാലും നാം ആലോചനാശക്തിയോടെ പ്രവർത്തിച്ചാൽ നമുക്ക് നന്മയുണ്ടാകും, ആപത്തിൽ ചെന്ന് ചാടേണ്ടി വരികയും.
എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. കുറൾ 568. ഇനത്താറ്റി എണ്ണാതെ വേന്തൻ ചിനത്താറ്റി ചീറിനും ചിറകും തിരി. താങ്ക് യു സർ. Quarrel 568. If the king who does not discuss with ministers decrease in range, his prosperity will decline. Quarrel 568. എനത്താറ്റി എണ്ണാത വേന്തൻ ചിനത്താറ്റി ചിറകും തിരു. Quarrel 569. അഞ്ഞൂറ്റി 69. ചെറുവந்த போழியர் சிறை செய்யா வேந்தன் வெறுவந்து വെയ്തുകെടും. அதாவது முன்னமே தக்கவாறு அரண் செய்து கொள்ளாத அரசன் போர் வந்த காலத்தில் தற்காப்பு இல்லாமல் அஞ்சி விரைவில் அழிவான். ചിറൈ എന്ന് പറഞ്ഞാൽ സാധാരണ ജയിൽ എന്നുള്ള ഒരർത്ഥമുണ്ട്, കോട്ട എന്നുള്ളതുണ്ട്. ഇവിടെ കോട്ട എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. ചിറൈ കോട്ട യഥാകാലം നിർമ്മിക്കാത്ത കർത്തവ്യ വിമുഖനായ വേന്തൻ രാജാവ്, അതായത് തൻ്റെ രാജ്യത്തിന് ചുറ്റും കോട്ട മതിലുകൾ കെട്ടിയെടുക്കാത്ത രാജാവ് പെരുവந்த പോഴിൽ ശത്രുക്കൾ പടയെടുത്തു വരുന്ന അവസരത്തിൽ സുരക്ഷിത്വം കാണായികയാൽ വെരുവന്ത് ഭയചകിതനായി വെയ്ത് വിരവിൽ കെടും തോൽവി അടയുന്നു. അത് നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് തൻ്റെ രാജ്യത്തിന് വേണ്ട സുരക്ഷിതം ഉറപ്പുവരുത്താത്ത രാജാവ് ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട, ആ ഭയപ്പാടിൽ തന്നെ തോൽവി നേരിടും എന്ന് കവി പറയുന്നു. ഓക്കെ. കുറൾ 569. ചെരുവந்த പോഴ്തിൻ ചിറൈ ചെയ്യ വേന്തൻ വെരുവന്തു വെയ്തു കെടും. കോട്ടയില്ല നൃപൻ യുദ്ധമാം നേരത്ത് തോൽക്കും ഭയ സംഭ്രമത്താൽ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോട്ടയില്ല നൃപൻ എന്ന് പറയുന്നത് തൻ്റെ രാജ്യത്തിന് സുരക്ഷയായിട്ട്, നമ്മൾ വീടുകളിൽ മതിലുകൾ കെട്ടി വീടിനെ സുരക്ഷ ഉറപ്പാക്കുന്നത് പോലെ തന്നെ രാജ്യത്ത് ഒരു കോട്ട ഉണ്ടായിരിക്കുന്നത് ശത്രുക്കൾ വരുന്നത് കാണുന്നതിനും അതുപോലെ അവരിൽ നിന്ന് ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കുന്നതിനും വളരെ സഹായകരമാണ്. അങ്ങനെയുള്ള കോട്ട കെട്ടേണ്ട സമയത്ത് കെട്ടാതെ, യഥാകാലം നിർമ്മിക്കാതെ താൻ ചെയ്യേണ്ട കാര്യത്തിൽ, കർത്തവ്യത്തിൽ വിമുഖത കാട്ടുന്ന ഒരു രാജാവ് ശത്രുക്കൾ പടയെടുത്തു വരുന്ന അവസരത്തിൽ ഭയചകിതനാകുന്നു, ഭയപ്പെടുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അദ്ദേഹം തോൽവിക്ക് നിന്നുകൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ തിരുവള്ളുവർ രാജാക്കന്മാരുടെ കർത്തവ്യബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം ദീർഘദൃഷ്ടിയോടെ അനുഷ്ഠിക്കണമെന്ന് സാരം. എപ്പോഴും ഒരു രാജാവിന്റെ ശ്രദ്ധ രാജ്യരക്ഷയിൽ തന്നെ ആയിരിക്കണം. എന്ത് അടിസ്ഥാനത്തിലായാലും അതിൽ കാണിക്കുന്ന ഉദാസീനത അങ്ങേയറ്റം ആത്മഹത്യാപരമാണ്. കാവൽ ശക്തമാക്കേണ്ട സമയത്ത് അതിനു വേണ്ട പടക്കോപ്പുകൾ സൂക്ഷിച്ചു വെക്കാതിരിക്കുന്നത്, ശക്തമാക്കാതിരിക്കുന്നത് ഒരു രാജാവിന്റെ പിടിപ്പുകേട് തന്നെയാണ്. അത് ശത്രുവിന് നുഴഞ്ഞു കയറാനും സ്വന്തം നാട്ടിൽ തന്നെ ഭദ്രമായ താവളമടിച്ച് ഭീകര പ്രവർത്തനങ്ങളും മറ്റും നടത്തുവാനും ഇടയാക്കി കൊടുക്കുകയാണ്. കോട്ട കെട്ടേണ്ട സമയത്ത് അത് കെട്ടിയിരിക്കണം. അല്ലെങ്കിലോ ശത്രുക്കൾ പടയെടുത്തു വരുന്ന സമയത്ത് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ കീഴടങ്ങുവാനും നാട് നഷ്ടപ്പെടുത്തുവാനും അങ്ങനെ സ്വയം നശിക്കുവാനും മാത്രമേ രാജാവിന് കഴിയൂ.
ഇതിന് ഒരു ഉപോത്ബലകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കേരളത്തെയും അതുപോലെ തന്നെ ഭാരതത്തെയും കുറിച്ച് തന്നെയാണ്. വിദേശ ശക്തികൾ ഇവിടെ എത്തുമ്പോൾ ആദ്യകാലങ്ങളിൽ കോഴിക്കോട് ഡച്ചുകാർ വരികയും അവിടെ സാമൂതിരിയുമായിട്ട് ആദ്യം സാമൂതിരി അവരെ ഒന്നിനും അനുവദിക്കുന്നില്ല എങ്കിൽ കൂടി പിന്നീട് അവരുടെ യുദ്ധക്കോപ്പുകളും മറ്റും കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം അവർക്ക് വശംവദനാകുകയാണ്, അവിടെ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് പിന്നീട് യൂറോപ്യൻ അധിനിവേശക്കാർ നമ്മുടെ രാജ്യവും നമ്മുടെ കേരളവും ഒക്കെ തട്ടിയെടുക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം കൊള്ളയടിക്കുകയും നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് ഒരുപാട് തകർച്ചയുണ്ടാകുകയും അവരുടെ അടിമകളായി കഴിയേണ്ടി വരികയും ഒക്കെ ഉണ്ടായത്. എന്നാൽ പിന്നീട് വിദേശ ശക്തികൾ നിർമ്മിച്ച കോട്ടകളും മറ്റും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരിൽ നിന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് മനസ്സിലാക്കിയ ഭാരതീയർ വളരെ ശക്തിയോടെ ബുദ്ധിയോടെ നീങ്ങിയതിൻ്റെ പേരിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. അതിനൊക്കെ വളരെ വളരെ ഒരുപാട് നൂറ്റാണ്ടുകൾ അതിന് വേണ്ടി വന്നു. അതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുറളിലൂടെ തിരുവള്ളുവർ നമ്മളോട് പറയാണ്, കോട്ടയില്ലാ നൃപൻ യുദ്ധമാം നേരത്ത് തോൽക്കും ഭയസംഭ്രമത്താൽ. അതെ, കോട്ടയില്ലാത്ത ഒരു രാജാവ് യുദ്ധസമയത്ത് ഭയത്താൽ തന്നെ തോറ്റുപോകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓവർ. താങ്ക് യു സർ. Scroll 569. The king who does not foresee danger and protect himself will be finished off by fear at the hour of danger. Scroll 569. ചെരുവന്ത് പോഴ്തിൻ ചിறை ചെയ്യാ വേന്തൻ വെരുവന്ത് വെയ്തുകെടും. കുറൾ 570. കല്ലാർ പിണിക്കും കടുങ്കോൽ അതുവല്ല തില്ലൈ നിലക്ക് പൊറൈ. ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക് കടുങ്കോൽ, സ്വയം ദുഷ്ടനായ ഒരു രാജാവ്. ഇനി ആദ്യത്തെ വാക്ക് കല്ലാർ, അക്ഷരശൂന്യന്മാരായ വിഡ്ഢികൾ. അടുത്തത് രണ്ടാമത്തെ വാക്ക് പിണിക്കും, തൻ്റെ കൂടെ സഹമന്ത്രിമാരും ഉപദേഷ്ടാക്കളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയായി ഉണ്ടായിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥ ഏതിന് ഒപ്പമാണെന്ന് കവി പറയുന്നത്, അതുമല്ല ആ ഒരു ദുഷിത വലയമല്ലാതെ അതിനേക്കാൾ നിലയ്ക്ക് പൊറൈ, ഭൂമിക്ക് ഭാരമായി ഇല്ല, വേറൊന്നുമില്ല. അതായത് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാൻ ഇല്ലാത്ത രാജാവും അതേപോലത്തെ ഒരു കൂട്ടും ഉള്ള ഒരു രാജാവിന് ഭൂമിക്ക് ഭാരമായി തീരുന്നു എന്ന് കവി വളരെ ഭംഗിയായി പറഞ്ഞു നടത്തുന്നു. ഓവർ. കുറൾ 570. കല്ലാർ പിണിക്കും കടുങ്കോൽ അതു അല്ലതു ഇല്ലൈ നിലക്കു പൊറൈ. മൂടരുപദേഷ്ടാക്കൾ കശ്മലൻ നൃപൻ ഇല്ല ഭൂമിക്കതിൽ പരം ഭാരം. വിവരമില്ലാത്ത ഉപദേഷ്ടാക്കൾ ഭീകര രാജാവിന്റെ മന്ത്രിമാരാണ്. ഭൂമിക്ക് ഇവരെ കൊണ്ട് ഭാരമല്ലാതെ മറ്റൊന്നും ഇല്ല. ക്രൂരവാഴ്ച നടത്തുന്ന രാജൻ തന്നുടെ മന്ത്രിയായി അജ്ഞനെ സ്വീകരിച്ചിടുമിവർ ഭൂമിക്ക് ഭാരമാം. കൺക്ലൂഷൻ. അധികാരി പരുഷമായ വാക്കുകൾ പറയുന്നവനും കരുണയില്ലാത്തവനുമാണെങ്കിൽ അയാളുടെ വിപുലമായ സമ്പത്ത് ഉടൻ തന്നെ നശിച്ചു പോകും. കഠിനമായ വാക്കുകളും അമിതമായ ശിക്ഷകളും രാജാവിന്റെ സൈനിക ശക്തിയെ കവർന്നെടുക്കുന്ന ഒരു വാൾ പോലെയാണ്. അത് രാജാവിന്റെ സൈനിക ശക്തിയെ ഇല്ലാതാക്കുന്നു. രാജാവ് തന്റെ ഉപദേശകരുടെ ഉപദേശം സ്വീകരിക്കാതിരിക്കുകയും ക്രോധത്താൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ സമ്പത്ത് തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ പ്രതിരോധം പണിയാത്ത രാജാവ്
ഭയത്താൽ വിറച്ചുകൊണ്ട് വേഗത്തിൽ വീഴും. ഒരു സ്വേച്ഛാധിപതി പഠിപ്പില്ലാത്തവരുടെ ഒരു സംഘത്തെ കൂട്ടിച്ചേർക്കും, എന്നാൽ അവർ ഭൂമിക്ക് യാതൊരു ഗുണവുമില്ല. വളരെ പ്രയോജനപ്രദമായ കാലിക പ്രസക്തിയുള്ള, ഒരുപക്ഷെ ഈ കുറൽ പറഞ്ഞു പോയപ്പോൾ കേട്ടുപോയപ്പോൾ നാട്ടിലുള്ള പലരെയും, ഒരുപക്ഷെ പല അധികാരികളെയും പല കൊള്ളക്കാരെയും ഒക്കെ നമ്മൾ മനസ്സിലൂടെ കടത്തിവിട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ചിലതെല്ലാം കേവലം യാദൃച്ഛികമാണ്, ചിലതിലെല്ലാം അർത്ഥമുണ്ട്. ഒരു ചർച്ചയ്ക്ക് അതിവിടെ വിഷയീഭവിപ്പിക്കുന്നില്ലെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ സ്വയം ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. Thank you, sir. Ignorant advisors are ministers to King of Terror. There is no other burden than this to earth. Tirukural verse 570 delivers a scathing indictment of a king who surrounds himself with ignorant advisors, stating that such ministers are the true burden upon the earth, serving only to fuel a reign of terror. Thiruvalluvar implies that a ruler's cruelty is often amplified and sustained by the folly and lack of wisdom in their foresight, lead the kingdom astray, making oppression not just possible but inevitable, and preventing any real progress or well-being for the people. This highlights that incompetence in leadership, especially at the highest levels of governance, is a profound and destructive weight on society. Consider a historical example like King George III and his ministers during the American Revolution. While the king was ultimately responsible, the counsel he received from some of his advisors, who often underestimated the colonists' resolve and failed to understand the nuances of the situation, contributed significantly to the escalating tensions and ultimately the loss of the American colonies. Their ignorant advice, in the sense of lacking true insight and strategic wisdom, became a heavy burden that led to a protracted and costly conflict, ultimately weakening the British Empire. This illustrates the proverb, a blind man leading the blind, both fall into the ditch. The Tirukural unequivocally states that a kingdom's downfall is imminent when justice falters due to a lack of rigorous equivalent punishment. Such leniency, far from fostering peace, only breeds more crime, ultimately eroding a ruler's authority and plunging society into chaos. A small poem. A king's true might, a nation's grace, is found in justice, firm and true. For mercy's plea can hide a false face, and chaos blooms where wrongs accrue. Thank you, Sabu sir, Nayanar sir, and Joshi sir, for bringing us all together in this platform. I value very much this opportunity for connecting with all of you. Thanks a lot to Sheila ma'am, George sir, Gopakumar sir, Anil Kumar sir, and Ratnavelli, Ramavati ma'am,
Matthew Thomas sir, all of you. Especially thanks to Joshi sir also. Once more. താങ്ക് യു മാം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ജോർജ് സാർ ഓർപ്പിച്ച പോലെ ഇന്ന് ഏകദേശം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലേ, 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കുറലിന് വരികൾക്ക് ഇന്ന് മാറ്റം വന്നു എന്ന് സംശയമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇന്നത്തെ ഇന്നത്തെ ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തന്നെ നമുക്കറിയാം അത്രമാത്രം മാറ്റങ്ങൾ ആ വാക്കുകൾക്ക് സംഭവിച്ചു. ഒരുപക്ഷെ പഴയ റൂളർ പോലെയല്ല ഇന്ന്. റൂളിങ്ങിൻ്റെ സമയം വളരെ കുറവാണ്. കുറച്ച് കാലമല്ലേ റൂളിങ്ങൾ. പണ്ടങ്ങനെയല്ലേ 10, 20, 25 വർഷമൊക്കെ ഒരു ഭരണാധികാരി, ഒരു രാജാവ് തന്നെ ഭരിച്ചിരുന്ന കാലത്ത് ഇത് പോസിബിൾ ആയിരുന്നിരിക്കാം. ഇന്ന് വളരെ ഷോർട്ടായിട്ടാണ് പലപ്പോഴും ഭരണങ്ങൾ വരുന്നത്. ആ ഭരണങ്ങളുടെ ഈ പറയുന്ന പലപ്പോഴും തെറ്റായ ചില പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള ശിക്ഷകൾ കിട്ടുന്നുണ്ടോ? എന്നാൽ കിട്ടുന്ന ഒത്തിരി സാഹചര്യം നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിരുക്കുറളിൽ പറയുന്ന പോലെ, തിരുവള്ളുവർ പറയുന്ന പോലെ തന്നെ പ്രത്യാശിക്കാം മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. കാരണം സത്യസന്ധമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. താങ്ക് യു മോഹൻദാസ് സാർ. സാർ ഒന്ന് പറഞ്ഞ് സദ്ഭരണവും ദുർഭരണവും കഴിഞ്ഞ് രാജാവിന്റെ ശിക്ഷ രീതി എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ കവി അടുത്തതിൽ പറയുന്നത്, തന്നോട് ബന്ധപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ മറക്കാതിരിക്കുക, അവരുടെ പ്രയാസങ്ങൾ അനുഭവപൂർവ്വം കേട്ട് മനസ്സിലാക്കുക, ഈ സദ്ഗുണങ്ങളെ ദാക്ഷിണ്യം എന്ന് വകയിരുത്താം. മുൻ അധികാരത്തിലെ ചില കുറളുകളിൽ പരാമർശിക്കപ്പെട്ട മുഖം കൊടുക്കാവുക എന്ന ന്യൂനതയുടെ വിപരീത ഗുണമായ ദാക്ഷിണ്യമാണ് അടുത്ത അധികാരത്തിലെ പരാമർശ വിഷയം. കണ്ണോട്ടം ദാക്ഷിണ്യം. ഇന്ന് ഈ അധ്യായം വളരെ നന്നായിട്ട് എല്ലാവരും കൈകാര്യം ചെയ്തു. അവസാനം തിരുക്കുറളിലെ രമേശൻ നായർ പറയുന്നത് ഇങ്ങനെയാണ്: മഹാജ്ഞാനികളും പ്രഗത്ഭ പണ്ഡിതന്മാരും അണിനിരന്നിരുന്ന ഉപദേശങ്ങൾ നൽകേണ്ടിടത്ത് സാമൂഹ്യ ദ്രോഹികളും കൊലയാളികളും കുറ്റവാളികളും അഴിമതിക്കാരും സംസ്കാരശൂന്യരുമായ നിരക്ഷന്മാർ സഹമന്ത്രികളായും ഉപദേഷ്ടാക്കളായും ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഒക്കെ ഇരിക്കുന്ന ദുരവസ്ഥ. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയും പോലെ പോരെങ്കിൽ സ്വയം പരമദുഷ്ടനായ രാജാവും ചുറ്റും സദാനേരവും പമ്പര വിഡ്ഢികളും സ്തുതി പാടകന്മാരും. ആ ഭരണം എങ്ങനെയായിരിക്കും? ഭൂമിക്ക് ഇതിലും വലിയ ഒരു ഭാരമില്ല എന്ന് രമേശൻ നായർ സാറ് അത് വളരെ ഭംഗിയായിട്ട് അതിന് അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. രമേശൻ നായർ കാലം എന്ന് പറയുമ്പം എനിക്കറിയാം, ഞാൻ നേരിട്ട് പുള്ളിയോടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ അടിയന്തരാവസ്ഥ സമയത്തുള്ളതും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലെ ഭരണങ്ങളും വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നത്. അദ്ദേഹത്തിന് പോലും അദ്ദേഹം എഴുതിയ ഒരു നാടകത്തിന്റെ പുറത്ത് ആളിന്റെ റേഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്നും വേറെ സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അവരെ. അത്രയ്ക്കും ദുഷ്ടന്മാരായ പ്രവർത്തികൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയും ഇതായിട്ട് ഒരു അവസാന അടിക്കുറപ്പ് എഴുതി വെച്ചതും എന്ന് തോന്നുന്നു. ഏതായാലും എല്ലാ കാലങ്ങളിലും ഭരണകർത്താക്കളായിരിക്കേണ്ട രീതിക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു ജനങ്ങൾ അനുഭവിക്കേണ്ട ദുരവസ്ഥയാണ് ഇവിടെ കവി എടുത്തു പറയുന്നത്. തിരുവള്ളർക്ക് ഒരിക്കൽ കൂടി നമുക്ക് നമസ്കരിക്കാം. ഒരു ശ്രീകുമാരി മാം പറഞ്ഞത് അല്ലാതെ മനസ്സിൽ കൊണ്ടു. എന്നാന്ന് വെച്ചാൽ രാജാവ് ദുഷ്ടനാണെങ്കിൽ നമ്മളെപ്പോഴും പ്രജകളെല്ലാവരും എപ്പോഴും ദുഷ്ടനായ രാജാവ് എന്നിങ്ങനെ പറഞ്ഞ് പ്രജകളുടെ മനസ്സിലും ദുഷ്ടത്തരം വല്ലാതെ ആയിപ്പോവും എന്ന് പറഞ്ഞത് ഒരു കണക്കിന് ആ ഒരു സെന്റൻസ് പെട്ടെന്ന് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എല്ലാം നല്ല സെന്റൻസുകളായിരുന്നെങ്കിലും നമ്മളെപ്പോഴും ദുഷ്ടനായ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ദുഷ്ടന്മാരായി പോകും. അപ്പൊ പ്രജകൾ മുഴുവൻ ദുഷ്ടന്മാരായി പോകും.